സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചന്ദ്രബാബു എന്ന് പറയുന്ന ആളുടെ ചാനലിൽ ഇപ്പോൾ ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വോയിസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. വിശ്വാസിയാണെന്നാണ് പറയുന്നത്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവര് ഇപ്പോൾ കാലാന്തര ഗുരുവിനെ കുറിച്ചും ഒരു യുഗത്തിൽ എത്ര ഗുരുക്കന്മാരുണ്ടാകും, പിന്നെ ത്രിമൂർത്തി സമ്പ്രദായത്തിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗുരുവാണിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീ പറഞ്ഞ എല്ലാം തെറ്റാണെന്ന് ഇങ്ങനെ സമർത്ഥിക്കുന്നുണ്ട്. ഇപ്പം രാധാസ്വാമി ഫെയ്ത്തിനെ കുറിച്ചൊക്കെ ശ്രീ പറയാറുണ്ടല്ലോ, മറ്റു ഗുരുക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം ഇവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അപ്പോൾ എന്നെയും എന്നെ ശ്രീയെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടായിട്ട് പറയുന്നത് പോലെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ എന്തു പറയുന്നു അത് ശ്രീയും കേട്ടല്ലോ. അപ്പൊ എന്താണ് ശ്രീക്ക് അതിന് പറയാനുള്ളത്? സദ്ഗുരു ശരണം. ഇപ്പോൾ ഈ ചാനലിലൂടെ സ്ഥിരമായിട്ട് കേട്ടുവരുന്ന ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് സ്ഥിരമായിട്ട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും പുച്ഛങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കുമ്പോൾ ആ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഒരു വ്യക്തി കുറച്ച് ഗുരുവിൻ്റെ ആശയങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങളും ആധ്യാത്മിക വിഷയങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മളെ, അതായാലും നമ്മളോട് ഒരു മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്, അത്രയെങ്കിലും ഒരു ആശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ സഭ്യമായി നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിൽ സംസാരിച്ചു. അപ്പോൾ അതിൽ ഒരു സന്തോഷം. പക്ഷേ ആ വ്യക്തിയുടെ പേരോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ രൂപമോ ഒന്നും കാണിച്ചില്ല. പേരും ഫോട്ടോയും കൂടെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുള്ളൊരു ഫീലിംഗ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ പേരും മറ്റു കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നു ഗുരുവിനോടും പ്രസ്ഥാനത്തിനോടും ഒക്കെ കാണിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്ത് നഷ്ടം വന്നാലും നമ്മൾ സഹിക്കണമല്ലോ. ഗുരുവിന് വേണ്ടി അങ്ങനെ അത്രയും ആത്മാർത്ഥത വരുമ്പോൾ നമ്മൾ കാര്യങ്ങളെ നേരിടാനുള്ളൊരു തയ്യാറെടുപ്പ് വേണമല്ലോ. അല്ലാതെ അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു കള്ളത്തരം അല്ലെങ്കിൽ സ്വാർത്ഥത പോലെ തോന്നുകയല്ലേ. കാര്യം ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ചന്ദ്രബാബു സ്ഥിരമായിട്ട് വളച്ചൊടിച്ച് പറയാറുണ്ട്. പുള്ളിക്ക് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളെ മറ്റൊരർത്ഥത്തിൽ ആക്കി മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ മാറ്റിയിട്ട് നമ്മളെ വാദപ്രതിവാദത്തിൽ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു പെരുമാറ്റം. പക്ഷേ ഈ വ്യക്തി ഇത്രയും ആധ്യാത്മികമായി നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ആ സംസാരിച്ച കാര്യത്തിൽ എൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ദുരുദ്ദേശത്തിൽ സംസാരിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ ചന്ദ്രബാബു പറയുന്നത് പോലെ തന്നെ അതിനെ എന്തിനിങ്ങനെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു? അത് വേണ്ടായിരുന്നു. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. ഞാൻ സംസാരത്തിൽ നമുക്കതിന് മറുപടി പറയാം. ഇപ്പം നിങ്ങൾ പിന്നെ കാലാന്തര ഗുരുവിൻ്റെയും അല്ലെങ്കിൽ പിന്നെ യുഗധർമ്മത്തിൻ്റെ രീതി അല്ലെങ്കിൽ ത്രിമൂർത്തി സമ്പ്രദായം അല്ലെങ്കിൽ എത്ര ഗുരുക്കന്മാരുണ്ടാവും, അവരുടെ കാലഗണന, പിന്നെ ഗുരുവിൻ്റെ മഹിമ, ഇതെല്ലാം പറയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ ഗുരുവാണികളിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ നമ്മളും വായിച്ചിട്ടുള്ളതാണ്. നമ്മളത് വായിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളും ഇതെല്ലാം വായിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും മാനസികമായിട്ട് ഈ കാര്യം മനസ്സിലായി, നമുക്ക് രണ്ടു കൂട്ടർക്കും. അപ്പം ഇതാണ്, നിങ്ങൾ ഇത്തിരി സമാധാനമായിട്ട് ഇത് കേൾക്കണം. വെറുതെ ഇങ്ങനെ തർക്കിക്കാതെ സമാധാനമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. ഇപ്പം നിങ്ങൾ വായിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലായി, എനിക്കും മനസ്സിലായി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? ഇപ്പോൾ ചന്ദ്രബാബു ചെയ്യുന്ന പോലെ ഞാനും ആശ്രമത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണോ? അതുപോലെ പ്രവർത്തിക്കണോ? ഇപ്പോൾ ചന്ദ്രബാബു കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഗുരു പിന്നെ ഒരു പുതിയ ആശയമായിട്ടൊക്കെയാണ്, കരുണാകര ഗുരു ഒരു പുതിയ ആശയമായിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ പരാജയപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നു ഗുരുവിനെ വളരെ മഹത്വത്തിൽ തന്നെ നിങ്ങൾ പറയുന്നു. അതിൽ സന്തോഷമുണ്ട്. കാരണം ഗുരു കാലാന്തര ഗുരുവാണെന്നും എന്തിന് ഈ യുഗം മാത്രമല്ല അനേക യുഗങ്ങളിലേക്കുണ്ടെന്ന്. അപ്പോൾ അത് സത്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അതിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? അതിനുശേഷം നിങ്ങൾ പറയുന്നു 72 വർഷത്തിൽ ഒതുക്കിയെന്ന്. ആരൊതുക്കി? അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ചാടി പുറപ്പെട്ട് സംസാരിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ചന്ദ്രബാബു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഇറങ്ങി പുറപ്പെട്ട് ഇതേപോലെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ആരോടെങ്കിലും ഒരു അനുഭവവശമുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ദർശന സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു അനുഭവവശമുള്ള ഒരാളിനോട് ചോദിക്കണ്ടേ? തന്നേക്കാൾ കാര്യം നമ്മൾ ഈ ലോക വ്യാപകത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കാര്യങ്ങളുടെ തലത്തിൽ നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെട്ട് ഇതേപോലുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പാടുണ്ടോ?
കാരണം നമുക്കിനി തെറ്റുപറ്റിയതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിലോ അങ്ങനെ ഒരു വശം ചിന്തിക്കണ്ടേ? കാര്യം നമ്മുടെ സാധാരണ ലെവലിലുള്ള സാധാരണ നിലവാരത്തിലുള്ള മനസ്സിൽ പുസ്തകജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയാൽ മതിയോ ഇതേപോലുള്ള കാര്യങ്ങൾ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ വിലയിരുത്താമോ? കാരണം ഇപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരാതി, പക്ഷേ എല്ലാ ഗുരുക്കന്മാരും നമ്മുടെ ആശ്രമത്തിലും ഗുരുക്കന്മാർ ഈ ബോധത്തിന് ഇങ്ങനെ പല തലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു സാധാരണ ലെവലിൽ വെളിച്ചം വീശിയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പൊതുജനങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉപരിയായ ബോധതലങ്ങളിലേക്ക് വെളിച്ചം വീശിയാലല്ലേ ശരിയായ ഒരു കാഴ്ചപ്പാട് കിട്ടൂ. അപ്പോൾ ആ ശരിയായ കാഴ്ചപ്പാട് കിട്ടിയാലല്ലേ ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പ്രവർത്തനം എങ്ങനെ, ഇപ്പോഴത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ അറിവ് എങ്ങനെ, ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ നിലവാരം എങ്ങനെ, അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ പരിണമിപ്പിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഗുരുമാർഗത്തെ സംരക്ഷിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ അഭിവന്ദ്യ ശിഷ്യപൂജയുടെ ഈ ഗുരുസ്ഥാനത്തിൻ്റെ അതിൻ്റെ യഥാർത്ഥ വശം എന്താണ്, യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതിയോ? യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ജ്ഞാനവശത്തിലൊരു അറിവ് വേണ്ടേ? അതില്ലാതെ നമ്മൾ ചാടിപ്പുറപ്പെട്ട് പ്രവർത്തിച്ച് ഒരു അബദ്ധം സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇതുപോലുള്ള ഇത്രയും ഗഹനമായ ഒരു വിഷയത്തിൽ നമുക്ക് ഇത്രയും മഹാഗുരു തുടങ്ങി വെച്ച സ്ഥാപനത്തിൽ അവിടെ തെറ്റിക്കാൻ പറ്റില്ലെന്ന്, അതായത് മനഃപൂർവ്വം മനുഷ്യന് തെറ്റിക്കാൻ പറ്റില്ല. അബദ്ധ സ്വഭാവത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ തെറ്റും, പക്ഷെ മനഃപൂർവ്വം തെറ്റിക്കാൻ പറ്റില്ല എന്ന് ഗുരു ഉറപ്പ് പറഞ്ഞേക്കുന്ന ഈ സ്ഥലത്തിൽ, ഈ ബ്രഹ്മനിശ്ചയമായ ഈ ഒരു സ്ഥലത്തിൽ നമ്മൾ മനുഷ്യരെടുത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിക്കേണ്ടേ? എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ അതിനെക്കുറിച്ച്? എന്തെങ്കിലും ഒരു ആത്യന്തികമായ ഒരു അനുഭവ തലത്തിൽ നിന്ന് ഒരു വെളിച്ചമില്ലാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ അങ്ങ് പ്രവർത്തിക്കാമോ? നിങ്ങൾ പറഞ്ഞത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നമ്മൾ രണ്ടും ഒരേ നിലവാരത്തിൽ മനസ്സിൽ ഇത് മനസ്സിലാക്കി. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം? അപ്പോൾ അവിടെയാണ് ഞാനൊരു അന്വേഷണം നടത്തി, ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി. ഇപ്പോൾ ചന്ദ്രബാബു പറയുന്നു, ചന്ദ്രബാബു ഭൗതികമായിട്ട് പുറത്തൊക്കെ അവിടെ പോയി എന്തൊക്കെയൊക്കെയോ ആൾക്കാരുടെ പ്രവൃത്തികൾ അന്വേഷിച്ചു. ആധ്യാത്മിക രംഗത്ത് അങ്ങനെയല്ല അന്വേഷിക്കേണ്ടത്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ചിത്തവൃത്തികൾക്കും അനുസരിച്ച് ഈ യൂണിവേഴ്സിനൊരു ബന്ധമുണ്ട്. കാര്യം എല്ലാ ആത്മസ്വരൂപത്തിലും ഇതൊന്നും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഇവർക്ക് കാര്യം ഓരോ മനുഷ്യൻ്റെ മനസ്സ് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതിനും അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ഏറ്റവും അധികം ശുദ്ധമാക്കണം, പോസിറ്റീവ് ആക്കണം, ഹാപ്പി ആക്കണം, പീസ്ഫുൾ ആക്കണം എന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഗുരുക്കന്മാർ യാചിക്കുന്നത്. മനുഷ്യ, നിങ്ങളെല്ലാവരുടെയും മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആക്കൂ, പീസ്ഫുൾ ആക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. നിങ്ങൾ അതിനനുസരിച്ചുള്ള സിറ്റുവേഷനും സാഹചര്യങ്ങളും ജീവിതത്തിൽ ശത്രുക്കളെയും മിത്രങ്ങളെ ഇതിനെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കും. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കൂ, നിങ്ങളുടെ ജീവിതം ശുദ്ധമാക്കൂ എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പുറത്തോട്ട് എന്തെങ്കിലും പോയി അന്വേഷിക്കുകയല്ല, അകത്തോട്ടൊരു അന്വേഷണം. അപ്പം ഞാൻ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കർമ്മവും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് വർഷങ്ങൾ ചെലവഴിച്ചപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ പടച്ചു വിട്ടതല്ല. അപ്പം ഞാൻ ഈ പറയുന്ന അന്വേഷണത്തെക്കുറിച്ച് ഗുരുവും ലോകത്തിൽ അനേക ഗുരുക്കന്മാരും ഇങ്ങനെ മനസ്സിൻ്റെ ഒരു ക്ലാരിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ നമുക്ക് ശരിയായ പെർസെപ്ഷൻ കിട്ടാൻ മനസ്സിനെ ക്ലിയർ ആക്കണം. നിങ്ങളുടെ പാസ്റ്റായിട്ടുള്ള, നിങ്ങളുടെ കർമ്മഗതിയായിട്ടുള്ള, നിങ്ങളുടെ മനസ്സുമായിട്ടുള്ള അറിവിൽ നിന്നൊത്തി മോചിച്ച് നോക്കിയാലേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടുമെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പോൾ അതിനാണ് ഈ ആധ്യാത്മിക സാധനങ്ങളെല്ലാം. അപ്പോൾ ഗുരു പറയുന്നു, ജാഗ്രൽ സ്വപ്ന സുഷുപ്തി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഈ ജാഗ്രൽ സ്വപ്ന സുഷുപ്തിയിൽ നിന്ന് ബോധം സുഷുപ്തിയിൽ ഉണർന്നാൽ, ജാഗ്രൽ സുഷുപ്തി എന്ന തലത്തിൽ ഒരു അനുഭവം വന്നാൽ മാത്രമേ മനുഷ്യനൊരു ക്ലാരിറ്റി ഉണ്ടാവൂ. അത് ഗുരു പറഞ്ഞേക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ജാഗ്രൽ സുഷുപ്തിയെക്കുറിച്ച് ഗുരു കൂടുതൽ വിശദീകരിക്കാതിരുന്നത് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹമായിരുന്നില്ല എന്ന്. കാരണം ഇത് ഏറ്റവും ഗഹനമായ ആധ്യാത്മിക വിഷയമാണ്. കൂടാതെ ഇത് ബുദ്ധിപരമായി വായിച്ച് മനസ്സിലാക്കിയാൽ അത് തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ഈ ജാഗ്രൽ സുഷുപ്തിയിലേക്ക് ഉണർന്ന് വരണം. അപ്പോൾ അതിനാണ് ഗുരുമാർഗങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജാഗ്രൽ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം വരുമ്പോൾ തൻ്റെ മനസ്സിൻ്റെ, അപ്പോൾ ജാഗ്രൽ സുഷുപ്തി എന്താണ് ഇനി ഞാൻ പറഞ്ഞുതരാം. ജാഗ്രൽ സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഗ്രത് ബോധം പോലെ നമ്മുടെ അവബോധം ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ മനസ്സ് സുഷുപ്തിയിലേക്ക് പോകുന്നു. അതായത് മനസ്സ് സുഷുപ്തിയിലേക്ക് പോകുമ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ മനസ്സ് അതിൻ്റെ സകല ചിന്തകളിൽ നിന്നും മാറി, സകല ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമായി അത് സുഷുപ്തി പോലെ നിശ്ചലമാകുമ്പോൾ ഒരു ബോധം വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മനസ്സില്ലാതെ ലോകത്തെ വീക്ഷിക്കാനുള്ള ഒരു അവയർനെസ് ലഭിക്കുന്നത്. അതായത് താൻ ആരാണെന്നും തൻ്റെ ജീവിതവും ഈ ലോകവും ഇതൊക്കെ ആയിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ഇനി തൻ്റെ ജീവൻ്റെ ആധ്യാത്മിക പരിണാമം എന്താണെന്നും ആ വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്, അനുഭവിക്കുകയാണ്. ദർശന സ്വഭാവത്തിലല്ല, ഒരു അൺകവറിങ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗുരുക്കന്മാരും ഉപനിഷത്ത് എല്ലാത്തിലും വ്യക്തമായി പറയുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്.
ഈ ഗുരുവിനും ഈ അനുഭവം ഉണ്ടായതായിട്ട് ഗുരുവിൻ്റെ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് ഈ അനുഭവം ഉണ്ടായ വിഷയത്തെക്കുറിച്ചൊക്കെ ഗുരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി വരാതെ നമ്മൾ മനസ്സുകൊണ്ടാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി വരാതെ മനസ്സുകൊണ്ട് വിലയിരുത്തുമ്പോൾ നമ്മുടെ അറിവിനനുസരിച്ചേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റൂ. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി, മൈൻഡ് ഇല്ലാതെ വരുന്ന ഒരു ക്ലാരിറ്റി വരുമ്പോഴാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ധാരണയുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ ദർശനങ്ങളോ അനുഭവങ്ങളോ എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് ഞാൻ ഒന്നും അടിച്ചേൽപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആരെയും ബുദ്ധിപരമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മനസ്സിൻ്റെ സ്വന്തം അറിവും ധാരണകളും ചിന്തകളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യൂ, നിരീക്ഷിക്കൂ, എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കാലാന്തര ഗുരുവിൻ്റെ കാര്യം ശരിയാണ്. കാലാന്തര ഗുരു ആർക്കും അതിലൊരു തർക്കമില്ല. അപ്പോൾ കാലാന്തര ഗുരു 72 വർഷം കൊണ്ട് തീർന്നെന്നല്ല ഇവിടെ പറയുന്നത്. ഈ കാലാന്തര ഗുരുവിൻ്റെ പ്രഭാവം, കാലാന്തര ഗുരു സ്റ്റാർട്ട് ചെയ്ത പ്രഭാവം, അതിപ്പോൾ നിങ്ങൾ മറ്റു ഗുരു പരമ്പരകൾ നോക്കൂ. ഇപ്പോൾ ബുദ്ധ പരമ്പരയിൽ, ഗൗതമ ബുദ്ധൻ്റെ ഈ പരമ്പരയിൽ ഗൗതമ ബുദ്ധൻ കഴിഞ്ഞതിന് ശേഷം, ഗൗതമ ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും ബുദ്ധനായിരുന്നു. ഗൗതമ ബുദ്ധന് മാത്രമാണ് അങ്ങനെ ശിഷ്യ പരമ്പരയിൽ 2-3 പേര് ബുദ്ധന്മാരായിട്ട് വന്നത്. അദ്ദേഹത്തിനാണ് ആ ഭാഗ്യം ഉണ്ടായത്. ഗൗതമ ബുദ്ധൻ്റെ കാലശേഷം ആനന്ദന് ബോധോദയം ലഭിക്കുന്നു. പിന്നെ അതിനുശേഷം ആ പരമ്പരയിൽ എത്രയോ നാഗാർജുനൻ, ബോധിധർമ്മൻ, ഇങ്ങനെ എത്രയോ പ്രാപ്തി ബുദ്ധനായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഗൗതമ ബുദ്ധനെ മാത്രമേ നമ്മൾ അറിയൂ. 2500 വർഷത്തേക്കുള്ള ഒരു പാരമ്പര്യമായിട്ട് വന്ന ആചാര്യനാണ്. ഗൗതമ ബുദ്ധനെ മാത്രമേ നമ്മൾ ആരും ഓർക്കുന്നുള്ളൂ. മറ്റുള്ളവരിപ്പോൾ ബോധിധർമ്മനൊക്കെ സെൻ എന്ന് പറഞ്ഞ പാത്തായിട്ട് ചൈനയും ജപ്പാനും ഒക്കെ വ്യാപിച്ച ഇത്രയും വലിയ ആശയം, ബുദ്ധിസത്തിൻ്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു പാത്ത് തെളിച്ചു തന്നിട്ട് പോലും ബോധിധർമ്മനെ അല്ല, നമ്മൾ ബുദ്ധനെക്കുറിച്ച് മാത്രമേ പറയൂ. അതാത് സമയത്ത് അവരെയൊക്കെ ഗുരുക്കന്മാരായിട്ട് ശിഷ്യന്മാരെ കണ്ടിരുന്നെങ്കിലും ബുദ്ധനെക്കുറിച്ച് മാത്രമാണ് എക്കാലം. ബുദ്ധൻ്റെ കാലഘട്ടമാണ്, ബുദ്ധൻ്റെ കോൺഷ്യസ്നെസ്സിലേക്കാണ് ഈ ശിഷ്യന്മാരെല്ലാവരും ലയിക്കുന്നത്. അതിനുശേഷം ബുദ്ധൻ തുടങ്ങി വെച്ചൊരു പാത്താണ്. അതിനുശേഷം ഇപ്പോൾ മുഹമ്മദിൻ്റെ പാത്ത്, പ്രോഫറ്റ് മുഹമ്മദിൻ്റെ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സൂഫി പരമ്പരയിൽ ഒരുപാട് ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. അതേ അവസ്ഥയിലെത്തിയ ഇപ്പോൾ മൻസൂർ, ജലാലുദ്ദീൻ റൂമി, ഹഫീസ്, ഹസ്രത് ബാബാജാൻ എന്നിങ്ങനെയൊക്കെ പറയുന്ന ഗുരുക്കന്മാർ ഈ സൂഫി പരമ്പരയിൽ അതേ അവസ്ഥയിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന ആ തത്വത്തെ പ്രാർത്ഥിച്ച് അതേ അവസ്ഥ സാക്ഷാത്കരിച്ചവരാണ്. അപ്പോൾ അവരെ ആരും ഓർക്കുന്നില്ല. അവരൊക്കെ ആ സമയത്ത് ഗുരുക്കന്മാരായിരുന്നു, ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബിയെ മാത്രമാണ് നമ്മൾ എക്കാലം ഓർക്കുന്നത്. ആ പരമ്പര സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹമാണ്. ജീസസിൻ്റെ പരമ്പരയിൽ അസീസിയിലുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് വലിയ ആധ്യാത്മിക അവസ്ഥയിലേക്ക്, അതായത് സാക്ഷാത്കാര സ്വഭാവത്തിൽ അനുഭവം നേടിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലല്ല ജീസസ്. ക്രിസ്തുമതത്തിൽ എല്ലാവരും ഇന്ന് യേശുവിനെ ആരാധിക്കുന്നു. എന്തിന്? അവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ പോപ്പും മറ്റ് സന്യാസി മഠങ്ങളൊക്കെ ഉണ്ടെങ്കിലും യേശുവിനെ ആരാധിക്കാൻ ഒരു തടസ്സമില്ല. പോപ്പ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് സന്യാസി മഠങ്ങളോ മറ്റ് വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രശ്നമല്ല. യേശുവിനെ ആരാധിക്കാൻ ഒരു തടസ്സമില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വാസ സ്വഭാവത്തിൽ മാത്രം പോകണമെന്നുള്ളവർക്ക് ഗുരുവിനെ ആരാധിക്കാൻ ഒരു തടസ്സമില്ല. ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഭാഗത്തിലാണ്. ആത്മീയ പരിണാമത്തിൻ്റെ വിഷയത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിൽ പോകുന്നവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ മുഹമ്മദ് പാത്തിൽ വിശ്വസിച്ച് പോകാൻ ഒന്നിൻ്റെ ആവശ്യമില്ല. എന്നാൽ സൂഫി ഗുരുശിഷ്യ പരമ്പരയിൽ പോകുന്നവർക്ക് സൂഫി സന്യാസിമാർ ഗുരുക്കന്മാരായിട്ട് തന്നെ ഉണ്ട്. ജീസസിൻ്റെ പാത്തിലും അങ്ങനെ തന്നെ ഗുരുക്കന്മാരായിട്ട്, ബുദ്ധ മതത്തിലും അങ്ങനെ എല്ലാ സെക്റ്റുകളിലും ഗുരുശിഷ്യ ബന്ധത്തിൽ പാത്തുകളുണ്ട്. അത് എല്ലാ തലത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ ഗുരു പരമ്പര സ്റ്റാർട്ട് ചെയ്ത ഗുരുവാണെങ്കിൽ കാലാന്തര ഗുരുവായിട്ട് എത്ര കാലമാണോ ഗുരുവിൻ്റെ പ്രഭാവം ദൈവനിശ്ചയമായിട്ടുള്ളത് അത്രയും കാലം ഗുരു തന്നെയാണ് ആരാധനാമൂർത്തി. എല്ലാവർക്കും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും മന്ത്രമായിട്ടും നാമജപമായിട്ടും എല്ലാം ഗുരു തന്നെയാണ്. എന്നാൽ അതാത് കാലഘട്ടത്തിൽ ഇതേ ഗുരുവിൻ്റെ ചൈതന്യത്തിൽ ലയിച്ച് നിൽക്കുന്ന ഗുരു പരമ്പര, ഗുരു ശിഷ്യ പരമ്പരയായിട്ട് ഗുരുക്കന്മാർ വരും. ഈ പരമ്പരയിൽ പെട്ട് നിൽക്കുന്ന, ഈ പരമ്പരയിൽ ഈ ഗുരുബോധത്തിൽ ലയിച്ച് ഗുരുവിൻ്റെ സ്വരൂപമായിട്ട് അതാത് കാലഘട്ടത്തിലുള്ള ശിഷ്യന്മാർക്ക് ഗുരു വരും. അപ്പം അത് ഗുരു വേണ്ടാന്ന് എങ്ങനെ പറയും? കാരണം ഇവിടെ ആശ്രമോദ്ദേശത്തിൽ എഴുതി വച്ചേക്കുന്നു, ഈ ആശ്രമത്തിൽ എക്കാലവും ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കും. ഇത് ഗുരുവിൻ്റെ ബൈലോ അല്ലേ? യഥാർത്ഥ ആശ്രമോദ്ദേശം എന്ന് പറയുന്ന ബൈലോ അല്ലേ? അത് ഗുരു ശരീരത്തിലുള്ളപ്പോഴേ എപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? അപ്പോൾ ഒരു ഗുരു എന്നല്ല, അനുഭവശാലിയായ ഒരു ഗുരു എക്കാലത്തും ഉണ്ടാവും. ഒരാൾ അനുഭവശാലിയായിട്ടുണ്ടാവും. എന്തിനാണ്? ശിഷ്യന്മാരെ തിരുത്താൻ, പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ അനുഭവശാലിയായ ഒരു ഗുരു ശരീരത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? എങ്ങനെ അവർക്ക് ആ കണക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റും?
ഗുരുദർശനം എന്ന് പറയുന്ന ആ സാക്ഷാത്കാരം എങ്ങനെ നേടിക്കൊടുക്കാൻ പറ്റും? അപ്പോൾ അനുഭവശാലിയായ ഒരു ഗുരു ഈ പരമ്പരയിൽ എക്കാലവും ഉണ്ട്. ഇത് സമാധാനമായിട്ട് കേൾക്കൂ. ഇത് ആശ്രമ ഉദ്ദേശത്തിൽ എഴുതി വെച്ചേക്കുന്നതാണ്. അനുഭവശാലിയായ ഗുരു ഈ പരമ്പരയിൽ എക്കാലവും ഉണ്ട്. അത് ബ്രഹ്മനിശ്ചയമായിട്ട് തന്ന ഒരു വാഗ്ദാനമാണ്. ഇപ്പൊ ഗുരുവിന്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളെ വാചക സ്വഭാവത്തിൽ ഇങ്ങനെ പുസ്തകജ്ഞാനത്തിൽ പഠിപ്പിക്കാൻ വന്നതല്ല, ഒരു മാതൃക കാണിച്ചു തരാൻ വന്നതാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഒരു മാതൃക. അപ്പോൾ ആ മാതൃകാ സ്വഭാവത്തിൽ ഗുരുവിനെ സ്വീകരിച്ചിരിക്കുന്നു. ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഗുരുവിന് വേണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ഇത്രയും പൂർണ്ണത പ്രാപിച്ചു വന്ന ഗുരുവിനെ സ്വീകരിക്കാതെ ഒരു മാർഗം കാണിച്ചു തരാമായിരുന്നല്ലോ. പക്ഷെ ഗുരുവിനെ സ്വീകരിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ആധ്യാത്മിക പുരോഗതി വേണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അതേസമയം ഒരു വിശ്വാസ സമ്പ്രദായത്തിൽ ഈ മതസ്വഭാവത്തിലൊക്കെ ഇങ്ങനെ ആരാധിച്ചു പോകാൻ ഗുരുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗുരുവാണ് നമ്മളെ ഈ മതസ്വഭാവത്തിൽ വിശ്വാസ സ്വഭാവത്തിൽ ഇങ്ങനെ ആരാധിച്ചു പോയാൽ പോരാ, പുസ്തകം വായിച്ചാൽ പോരാ, അറിവ് പണ്ഡിതജ്ഞാനം പോരാ. ആധ്യാത്മികമായി പരിണമിക്കണമെങ്കിൽ ഗുരു വേണമെന്നും ആധ്യാത്മിക അനുഭൂതിയിലൂടെ വളർന്ന് ജീവന്റെ പൂർത്തീകരണത്തിലേക്ക് പോകണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഗുരുവാണ്. അപ്പോൾ ഗുരുവാണ് വ്യക്തമായി പറഞ്ഞേക്കുന്ന, ഗുരുവില്ലാതെ ആധ്യാത്മിക പുരോഗതി ഇല്ല. അപ്പോൾ ഗുരുവിനെ ദൈവ സ്വഭാവത്തിൽ പ്രാർത്ഥിച്ച് ഈ യേശുവിനെയും അല്ലെങ്കിൽ മറ്റ് ഗുരുക്കന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. അത് ഗുരു ശിഷ്യ ബന്ധത്തിൽ പോകണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഗുരുവല്ലേ. അപ്പോൾ ഗുരുവിനെ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ ആശ്രമോദ്ദേശത്തിൽ എക്കാലവും ഗുരു ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളെ തർക്കിക്കുന്നത്? അതിനുശേഷം പറയുന്നു, ഇത് കാലാന്തര ഗുരുവായിട്ട് ഓരോ ഗുരുക്കന്മാരെ അപ്പപ്പോൾ വന്ന ഗുരുവിൻ്റെ 72 വർഷത്തിൽ ചുരുക്കിയെന്നല്ല. ഈ ഗുരു തന്നെയാണ് കാലാന്തര ഗുരു. ബുദ്ധ ധർമ്മത്തിൽ ബുദ്ധൻ എങ്ങനെയാണോ, ഇസ്ലാം ധർമ്മത്തിൽ മുഹമ്മദ് എങ്ങനെയാണോ, ഈ ജീസസിൻ്റെ പരമ്പരയിൽ ജീസസ് എങ്ങനെയാണോ, അതുപോലെ ഇത് കാലാന്തരം എത്രയാണോ ഗുരുവിൻ്റെ കാലഘട്ടം അത്രയും കാലം ഗുരു തന്നെയാണ് ഇവിടെ അധികാരി. ആ ഗുരുവിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ടച്ച് ചെയ്ത് ലയിച്ച് പോകുന്ന ഗുരുക്കന്മാർ അതാത് തലമുറയിലേക്ക് ആധ്യാത്മിക പുരോഗതി ഉണ്ടാക്കാൻ, ആത്മീയ അനുഭൂതി പകർന്നു കൊടുക്കാൻ വേണ്ടി ഉണ്ടാവും. അത് ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള വിഷയമാണ്. നിങ്ങൾക്കിപ്പോൾ ശിഷ്യ സ്വഭാവത്തിൽ വേണ്ട, ആരാധിച്ചാൽ മാത്രം മതിയെങ്കിൽ പ്രാർത്ഥിച്ചു പോകാം, ഒരു വിഷയമില്ല. വിശ്വാസ സ്വഭാവത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് അങ്ങനെ പോകാം. പക്ഷേ അവിടെയും ഈ പറയുന്നതിനൊക്കെ ഏറ്റവും ഉന്നതമായ ഒരു മാർഗമായതുകൊണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ആരാധിച്ചു പോകുമ്പോൾ ആധ്യാത്മികമായ ദർശനങ്ങളും അനുഭൂതികളും സംശയങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ ആരാധിച്ച വഴിയിലങ്ങ് പൊയ്ക്കോളണം. ഇപ്പോൾ ക്രിസ്തു മതത്തിൽ ഇപ്പോൾ പോപ്പും മറ്റവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് ബാക്കി ആരെങ്കിലും നോക്കുന്നുണ്ടോ? ആരാധിക്കുന്നവർ ആരാധിച്ചിട്ടങ്ങ് പോകണം. സംഘടനയും പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആ വഴിക്കും പോവും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗുരുവിൻ്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും മായ്ച്ചു കളയാൻ പറ്റുമോ? ഇപ്പോൾ ചന്ദ്രബാബു പറയുന്നു അത് പരാജയപ്പെട്ടു എന്ന് പറയുന്നു. ചന്ദ്രബാബുവിനെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ, അത് മായ്ച്ചു കളയാൻ പറ്റും. പക്ഷേ മറ്റുള്ള ബോധമുള്ളവർക്ക് അറിഞ്ഞൂടെ? ഇനിയും ഏറ്റവും വലിയ ഭൂമി ഉലുക്കമോ മറ്റേ പ്രകൃതി സ്ഫോടനം വന്നാൽ പോലും ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ കാര്യം പിന്നെയും ദർശനത്തിലൂടെ ശിഷ്യന്മാർ തിരിച്ചെടുക്കും. അപ്പോൾ ഗുരുവിൻ്റെ കാര്യം ഇത് ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഗുരു ചെയ്തു വെച്ച പ്രവൃത്തികൾ ആർക്കും, ഒരു സംഘടനയ്ക്കോ ഒരു സ്ഥാപനത്തിനോ അധികാരികൾക്കോ ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഇതൊക്കെ ടെമ്പററി ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നേ ഉള്ളൂ. അതൊക്കെ ദർശന സ്വഭാവത്തിൽ ഇനി വരുന്ന തലമുറ ഇതെല്ലാം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കും. ഇനി ആരെന്ത് മറച്ചാലും അതൊക്കെ വീണ്ടെടുത്തോളും. കാര്യം ഗുരുവിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രഭാവം എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ ദർശനദാതാവായിട്ട് ഗുരുവിൽ നിന്ന് ഇത് കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഇരിക്കുന്ന ഗുരുക്കന്മാർക്ക് ആ ഗുരു ബോധത്തിൽ ലയിച്ചിരുന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് ശിഷ്യപരമ്പരയെ നയിക്കാൻ അതാത് കാലഘട്ടത്തിലുള്ള ഗുരുമാർഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഗുരുനാനാക്കിൻ്റെ പരമ്പരയെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, അത് 10 തലമുറ ശരിയായിട്ട് പോയി. ഗുരു ഉണ്ടായിരുന്നു, ആ 10 തലമുറ ഗുരു ഉണ്ടായിരുന്നു. ഇപ്പൊ രാധാസ്വാമി പരമ്പര 3 തലമുറ കറക്റ്റ് ഗുരുമാർഗത്തിൽ പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം ശിഷ്യന്മാരുടെ കർമ്മശേഷി അതിന് തക്കവണ്ണം ഗുരുവിന്റെ രീതിയിൽ ഉയർന്നു വരാത്തത് കൊണ്ട് ആ പരമ്പര അവിടെ നിന്നുപോയെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഇവര് തന്നെ പറയുന്നു രാധാസ്വാമിയുടെ പരമ്പരയിൽ ശിഷ്യൻ ഇല്ലാതെ പോയെന്ന്. അതായത് നമ്മുടെ ശിഷ്യഭൂതയെ പോലെ ഒരു ശിഷ്യൻ ഇല്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിഷ്യൻ ആ ഗുരുസ്ഥാനത്തേക്ക് വളർന്നു വന്നില്ല, പിൽക്കാലത്ത് വന്നില്ല. അവർ പക്ഷേ ആദ്യമേ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഗുരു പറഞ്ഞു 3 തലമുറ പോയെന്നാണ്. ഇനി അവർ പറയുന്നു രാധാസ്വാമി പരമ്പരയുടെ അറിവ് എടുത്തുകൊണ്ട് വന്ന് ശാന്തിഗിരിയെ തെളിയിക്കാൻ നോക്കുന്നു. അപ്പം ഞാൻ എന്തിനാണ് അത് ചെയ്തത്? കാരണം ഞാൻ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നടക്കുന്ന ഗുരു അറിയിച്ച കാര്യങ്ങളോ മറ്റെന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേൾക്കുമോ? പണ്ട് ഗുരു ആ സംസാരിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പോൾ അതാത് കാലഘട്ടത്തിലൂടെ അനുഭൂതിയുള്ള ഗുരുക്കന്മാരിലൂടെ പോണ ആ പാത്തിൽ എന്തെങ്കിലും അറിയിച്ചാൽ നിങ്ങൾ കേൾക്കുമോ? അതൊന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ പിന്നെ എന്ത് പറ്റി?
നമ്മൾ വേറെ ഏറ്റവും ഉന്നതമായ ഒരു ഗുരുപരമ്പര, ഗുരു സംസാരിച്ചിട്ടുള്ള ഒരു ഗുരുപരമ്പര ഏതാണെന്ന് ഞാൻ നോക്കി. എന്തിനാണ്? അങ്ങനെയെങ്കിലും ഈ 9 അവസ്ഥ എത്തിയിട്ടുള്ള രാധാസ്വാമി പരമ്പരയിൽ, അവരുടെ നേരിട്ടുള്ള ആ ശിഷ്യ പരമ്പരയിൽ, അവരുടെ ഫിലോസഫിയിൽ അവർ പറയുന്നു മനുഷ്യ രൂപത്തിൽ തന്നെ ഗുരു വേണം. കാരണം ഈ മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യബോധത്തിലുള്ള ശിഷ്യ പരമ്പരയ്ക്ക് കണക്ഷൻ കിട്ടില്ല. കാര്യം മനുഷ്യ രൂപത്തിലുള്ള ഈ ഗുരു ആ പരമബോധമായിട്ട് ടച്ച് ചെയ്ത് നിന്നാൽ ആ ഗുരുവിനെ സ്വരൂപമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ശിഷ്യ പരമ്പരയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ വെറും ഒരു ആരാധനാ സമ്പ്രദായം പോലെ ആയിപ്പോവും. ഈ എല്ലാ ആരാധനാ സമ്പ്രദായത്തിലും സംഭവിച്ചതുപോലെ ഈ 7 അവസ്ഥയ്ക്ക് താഴെയുള്ള സിസ്റ്റത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യഥാർത്ഥ ദൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതായി പോകുന്ന അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് എക്കാലവും അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ബ്രഹ്മനിശ്ചയത്തിൽ വാക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ തർക്കിക്കാൻ വരുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കണക്കുകളും കാര്യങ്ങളും ഇതെല്ലാം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ആശ്രമോദ്ദേശത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഗുരു ഉണ്ടായിരിക്കുമെന്നുള്ളത്. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ കാര്യം ഫിനിഷ് ചെയ്തു. ഇനി ഇവിടെ ഒരു ആധ്യാത്മികമായി ഗുരു ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി ഒരു തർക്കമില്ല. അതവിടെ ഫിനിഷ് ചെയ്തു. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഫിനിഷ് ചെയ്താലും അടുത്ത ദിവസം വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം അവർ പറഞ്ഞു, ലോക ഗുരുക്കന്മാരെയൊക്കെ ഞാൻ വായിച്ചുകൊണ്ട് വരുന്നു, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഗുരുവിൻ്റെ ആശ്രമോദ്ദേശത്തിലെ മറ്റൊരു വാണിയാണ്, അതായത് ലോക ഗുരുക്കന്മാരും അവരുടെ പ്രബോധനങ്ങളും നമുക്കെന്നും ആദരണീയമാണ്. അപ്പോൾ കണ്ട, അവർ പറഞ്ഞ അടുത്ത കാര്യങ്ങളും തെറ്റി. എല്ലാം സ്വന്തം ബുദ്ധിയിലങ്ങ് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കരുത്. ലോക ഗുരുക്കന്മാരും അവരുടെ പ്രബോധനങ്ങളും നമുക്ക് എന്നും ആദരണീയമാണ് എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഗുരു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട്, സന്യാസിമാർക്കും എല്ലാം ഗുരുക്കന്മാരുടെ കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കാലഘട്ടത്തിൽ മറ്റു സന്യാസിമാരെക്കുറിച്ചും മറ്റ് ഉയർന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് ഈ ശിഷ്യ സമൂഹത്തിന് ഇതെല്ലാം വായിച്ചു കൊടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. കാരണം ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് പ്രബോധനങ്ങളും കാര്യങ്ങളും അറിവുകളും ലോകത്തിൽ എന്ത് നടക്കുന്നെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കിയാലല്ലേ മനുഷ്യന് ആധ്യാത്മികമായ താല്പര്യം ജനിക്കൂ. ഈ ഭക്ത വിജയമൊക്കെ സ്ഥിരമായിട്ട് ഗുരു വായിക്കാൻ പറഞ്ഞതാണ്. കബീർദാസിന്റെ ചരിത്രം, ഭക്ത വിജയം ഇതൊക്കെ വായിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഗുരു ഈ ഗുരുക്കന്മാരുടെ ചരിത്രം എപ്പോഴും, അതുപോലെ തന്നെ ഗുരു സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറയാത്ത സന്ദർഭങ്ങളില്ല, ശ്രീകൃഷ്ണന്റെ പേര് പറയാത്ത സന്ദർഭങ്ങളില്ല. അങ്ങനെ മറ്റു ഗുരുക്കന്മാരെ എല്ലാം എപ്പോഴും ഗുരു മെൻഷൻ ചെയ്തിരുന്നു, എല്ലാവരെയും മാനിച്ചിരുന്നു. എന്തിന്? നമ്മുടെ ആരാധനാലയത്തിന് ചുറ്റും നമ്മുടെ ആരാധനാലയത്തിന് ചുറ്റും എല്ലാ ലോക ഗുരുക്കന്മാരുടെയും പടം, പിക്ചേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോക ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ അത് പഠിക്കാത്തതിൻ്റെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു. പക്ഷേ സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പം നിങ്ങൾ പറയുന്നു ഡിഗ്രി തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് ആവശ്യമില്ല. അതും തെറ്റായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇപ്പോൾ ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു, 8ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു, ആ ഫോമുല നമ്മൾ മറന്നുപോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയിലെ ഒരു സംശയം നമുക്ക് വന്നാൽ നമ്മൾ പോയി താഴോട്ട് പോയി നോക്കാറുണ്ട്. അപ്പോൾ താഴോട്ട് പോയി നോക്കിയിട്ട് നമ്മൾ ഇത് തിരുത്തി പഠിച്ച് ആ താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വന്ന് ഈ ഫോമുല ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഡിഗ്രി തലത്തിലും PhD, MSc ഒക്കെ എത്തിയാലും നമ്മൾ താഴോട്ട് പോയി പഠിക്കുന്നത് നമുക്ക് എപ്പോഴും ഉപകരിക്കും. അതും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ തെറ്റ്. ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഡിഗ്രി തലത്തിലേക്ക് പഠിക്കാൻ നമ്മൾ എത്തിയോ? നമ്മുടെ പരമ്പരയെക്കുറിച്ച് ഗുരു അറിയിച്ചെന്ന് ഏറ്റവും അറിവില്ലാത്ത താഴോട്ടുള്ള ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ താഴോട്ടുള്ള തലത്തിൽ ഏറ്റവും ഉയർന്ന കാര്യം തന്നതുകൊണ്ടുള്ളൊരു കുഴപ്പവും കൂടെ ഇല്ലേ? കാര്യം അത് തെറ്റായിട്ട് ധരിച്ചിരിക്കാൻ സാധ്യതയില്ലേ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡിഗ്രി തലത്തിലേക്ക് പഠിക്കാൻ നിങ്ങൾ എത്തിയോ? ലോകത്തിലുള്ള മറ്റു ഗുരു പരമ്പരകളെക്കുറിച്ചും അവിടുത്തെ ആശ്രമ വിശ്വാസികളെക്കുറിച്ചും അവിടുത്തെ സന്യാസികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരൊക്കെ എത്ര ഉന്നതമായി ചിന്തിക്കുന്നവരും എത്ര സാത്വികമായിട്ട് ജീവിക്കുന്നവരുമാണെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ആധ്യാത്മിക വലിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം അവരുടേക്കാളും വലിയൊരു സംഭവം നമുക്ക് തന്നു, ഡിഗ്രി ലെവലിൽ തന്നു. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വളർന്നോ? നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടോ? നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചോ? അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള വികാസം നമുക്കുണ്ടോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചുമ്മാ ഡിഗ്രി തലത്തിലുള്ള കാര്യങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥയിൽ മാത്രം മനസ്സ് വികസിച്ച വ്യക്തികൾ ഡിഗ്രി തലത്തിലുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് അതിങ്ങനെ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന കണക്ക് പാരറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കണക്ക് റിപ്പീറ്റ് ചെയ്താൽ പറ്റില്ല. ഡിഗ്രി തലത്തിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ വികസിച്ചോ, നമ്മുടെ മനസ്സ് വികസിച്ചോ, അതിനുവേണ്ടി നമ്മൾ ആധ്യാത്മിക സാധന അനുഷ്ഠിച്ചോ, നമ്മൾ എന്തെങ്കിലും ചെയ്തോ? അപ്പം നമുക്ക് ഡിഗ്രി തലത്തിലേക്കുള്ള അറിവ്
ഏത് രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ താഴോട്ടുള്ള, അതുകൊണ്ടാണ് ഗുരുക്കന്മാരും ഡിഗ്രി തലത്തിലുള്ള കാര്യം തന്നിട്ട് ഗുരു പറഞ്ഞത് മറ്റു ഗുരുക്കന്മാരെയൊക്കെ വായിച്ച് പഠിക്കുക, അവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അതിലൊക്കെ നിങ്ങൾ മനസ്സിനെ ശുദ്ധമാക്കാനും നിങ്ങൾ ആധ്യാത്മികമായിട്ട് പുരോഗതി ഉണ്ടാക്കാനും ജീവിക്കാനും ഒക്കെ പഠിക്കുക. അതിനുശേഷം ഈ ഡിഗ്രി തലത്തിലുള്ള അറിവ് എന്താണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് ഇങ്ങനെ വെറുതെ മനസ്സിലാക്കിയാലും പോരാ, ഇതൊരു ടേപ്പ് റെക്കോർഡർ പോലെ വായിച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ പോരാ, റീപ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, അത് സാക്ഷാത്കരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ വാചകത്തിൻ്റെ തലത്തിൽ വെറുതെ മനസ്സിലാക്കിയാൽ പോരാ, അത് സാക്ഷാത്കരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലായി, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മനസ്സിലാകുമ്പോൾ ഇത്രയല്ലേ ഉള്ളെന്ന് തോന്നും വാചക രൂപത്തിൽ. ഇതൊരു ഉണർച്ചയാണ്. ഓരോ തലങ്ങളായിട്ട് ബോധം ഉണർന്നുണർന്ന് ദർശനത്തിലൂടെ വികസിച്ച് ഇത് ജീവൻ്റെ ഒരു സാക്ഷാത്കാരമായി മാറണം. അല്ലാതെ നമ്മൾ വാചക സ്വഭാവത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ തർക്കം വരുന്നത്. വാചക സ്വഭാവത്തിൽ വളരെ താഴ്ന്ന തലത്തിൽ നമ്മൾ ഈ ഡിഗ്രി ലെവലിലുള്ള ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ വളരെ താഴ്ന്ന മനസ്സുമായിട്ട് നിന്ന് നമ്മൾ വായിച്ചിട്ട് നമ്മൾ ആധ്യാത്മിക വികാസം ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുന്നത്. ആധ്യാത്മികമായി വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ല, അവിടെ ശാന്തിയും സമാധാനമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കണക്ക് ബുദ്ധിപരമായ ഒന്നും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തം കൊണ്ടുവരാനോ ഇതിനെ തിരുത്താനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഞാൻ പറയുന്നു, വളരെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ല തെളിഞ്ഞ മനസ്സുമായി ഇതിനെ മനസ്സിലാക്കാനും അനുഭവിക്കാനും പുതിയതായിട്ട് പഠിക്കാനും ശ്രമിക്കൂ. അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വികസിച്ച് നമുക്ക് സ്നേഹം വന്ന് നമ്മൾ ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ സഹജീവികളോടും സകലതിനോടും ക്ഷമിച്ചും സഹിച്ചും പുറത്തും ഐക്യപ്പെട്ടും അങ്ങനെയാണ് ഇത് പരിണമിക്കേണ്ടത്. അങ്ങനെയാണ് ഗുരു നമുക്ക് കാണിച്ചു തന്നേക്കുന്ന വഴി. എല്ലാത്തിനെയും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കർമ്മിച്ചും ജീവിച്ചും നമ്മളിത് പൂർത്തീകരിച്ച് ഒരു ജീവിതം കൊണ്ട് ഇതിനെ പൂർത്തീകരിക്കുക എന്നുള്ളൊരു വഴിയാണ് ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഒരാഴ്ച ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ഒരു 20 വർഷമായി, കഴിഞ്ഞ ഒരു 20 വർഷമായി എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും ധ്യാനവും മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിനോടൊപ്പം തന്നെ ഞാനൊരു നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഞാൻ ഇടപെടുന്നുണ്ടെങ്കിലും എൻ്റെ കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയും ധ്യാനവും മെഡിറ്റേഷനും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതചര്യ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞു, ഒരാഴ്ച ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം ആശയൊക്കെ എന്നും ഗുരു ആരാധനാലയത്തിൽ പോയി എപ്പോഴും ഗുരുവിനെയൊക്കെ കണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഒരു ആശ്രമ ജീവിതത്തിൽ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പം നമ്മളോട് നിങ്ങൾ ഒരാഴ്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇൻസൾട്ടായിട്ട് തോന്നി. കാര്യം ഒരാഴ്ച നമ്മൾ എത്ര കാലങ്ങളായിട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥന മാത്രമായിട്ട് ജീവിക്കുന്ന, പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്ന നമ്മളോട് വന്ന് ഒരാഴ്ച ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പറയുന്നു. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പരിഹാസം എന്നതിനേക്കാൾ ഉപരി അതൊരു വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി. അതെന്തൊരു പ്രസ്താവന! അതുപോലെ തന്നെ ആധ്യാത്മിക അനുഭൂതികളോ മറ്റ് വിഷയങ്ങളോ ഇതൊന്നും നമ്മൾ ആരെന്ത് പറഞ്ഞാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ഒറ്റ ബുദ്ധിയിൽ അവർ മനസ്സിലാക്കിയതാണ് ശരി. അത് അവർക്കൊരു അജണ്ടയുണ്ട്, ആ അജണ്ടയ്ക്ക് വേണ്ടി. അപ്പം കുറെ പേര്, ഇത് ഒന്നും അറിയാത്ത ആൾക്കാർ കുറെ പേര് വിശ്വസിക്കും. അങ്ങനെയൊക്കെ വിശ്വസിപ്പിച്ച് ഇതൊന്ന് കരിവാരി തേച്ചതൊന്ന് നശിപ്പിക്കണം, അത്രയുള്ള അവരുടെ ഉദ്ദേശം അതാണ്. അല്ലാതെ ഇതിപ്പോ സത്യം അറിയണമെന്നും ഇല്ല അവർക്ക്. അറിയണമെന്നുള്ളവർ ഇങ്ങനെ അല്ലല്ലോ, സത്യം പുറത്ത് വരരുതെന്നാണ്. അല്ല, മനുഷ്യർ പ്രവർത്തിച്ച് വരുന്നതിലൊക്കെ ചില കുറവുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ മനുഷ്യരുടെ പ്രവൃത്തി വെച്ചിട്ട് ഗുരുവിൻ്റെ കാര്യം, ഇപ്പം തന്നെ നമ്മുടെ ഫൗണ്ടർ ഗുരുവിൻ്റെ ഒരു സ്വഭാവമോ അതിൻ്റെ പെരുമാറ്റമോ അതിൻ്റെ ഒരു പൂർണ്ണതയോ അനുസരിച്ച് മറ്റാരെങ്കിലും പ്രവർത്തിച്ചാൽ അത് വരുമോ? ഈവൻ വന്നാൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? കാര്യം നമ്മൾക്ക് ഫൗണ്ടർ ഗുരുവിൻ്റെ അതേ ക്വാളിറ്റിയിൽ ആരും വരണ്ട. കാര്യം അത്രയും ക്വാളിറ്റിയിൽ അത്രയും പൂർണ്ണമായിട്ട് ഗുരു മാത്രം മതി. അപ്പോൾ ഇനി വരുന്ന സെക്കൻഡ് ഗുരുക്കന്മാരും അത്രയ്ക്ക് ക്വാളിറ്റി വേണ്ട. അതെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അത്ര പൂർണ്ണമായിട്ട് വന്നത് ഗുരു മാത്രം മതി നമുക്ക്. അടുത്ത ഗുരുക്കന്മാർ കാര്യങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ അവരുടേതായ രീതിയിൽ ആ ആധ്യാത്മിക അനുഭൂതി പകർന്നു തരുന്ന സ്വഭാവത്തിൽ മതി. അല്ലാതെ അപ്പം നമ്മൾ ഈ അനാവശ്യം നമ്മുടെ ഈ പ്രതീക്ഷകളും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഔചിത്യം വേണം. കാര്യം ഇത്രയും മഹാനായ, ഇത്രയും പൂർണ്ണത പ്രാപിച്ച് നിൽക്കുന്ന ആ ഗുരുവിൻ്റെ ക്വാളിറ്റിയോ ആ ഗുരു നടത്തിയപ്പോഴുണ്ടായിരുന്ന സാഹചര്യങ്ങളോ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ? കാര്യം അത് ഈ പറയുന്ന ബ്രഹ്മത്തിൻ്റെ ആ മാറ്റി നിർത്തപ്പെട്ട ജീവൻ എന്നൊക്കെ പറഞ്ഞ് ആ സ്വഭാവത്തിൽ അത്തരം ഗുരുക്കന്മാർ ഈ ലോകത്തിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷവും സ്വഭാവവും സാഹചര്യവും അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും?
അപ്പോൾ എന്നിട്ട് ഗുരു അതെന്തിനാണ് നമ്മളെ അനുഭവപ്പെടുത്തി തന്നത്? ആ തലത്തിലേക്ക് നമ്മുടെ പരമ്പര എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ച് വരണം, ആ സായുജ്യത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്. അപ്പോൾ അതിന് ഗുരു പറഞ്ഞു ഇത്ര വർഷമെടുക്കും, ഇത്ര കാലഘട്ടം എടുക്കും, ഇത്ര തലമുറ വേണം. അതൊന്നും സമ്മതിക്കാതെ നമ്മൾ ഒറ്റ ബുദ്ധിയിൽ എല്ലാവരും എല്ലാം അങ്ങ് ശരിയാകണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓരോരുത്തർ, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളൊക്കെ അത്ര ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ളവരാണോ? നിങ്ങളുടെ റിലേഷൻഷിപ്പും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ശരിയാണോ? ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഈ മാറി നിന്ന് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർക്കെല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളുമാണ്. എന്നാൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെല്ലാം ശരിയാണോ? എല്ലാ രീതിയിലും ശാന്തി സമാധാനം ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾ പറയുന്ന ആരാധന രീതിയിൽ പോയിട്ട് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വീട്ടിലൊക്കെ റിലേഷൻഷിപ്പുകളും എല്ലാ കാര്യങ്ങളും നേരെ പോകുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ആ പൂർണ്ണത കിട്ടിയിട്ടാണോ നിങ്ങൾ അതേ രീതിയിൽ എല്ലാവരും വരണമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചമായിട്ടുള്ള ഒരു ശാന്തിയിലും സമാധാനത്തിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാതെ നമ്മൾ എന്തെങ്കിലും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി. ഈ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് ശരി എന്നുള്ള കാഴ്ചപ്പാട് ഒരു വിഡ്ഢിത്തത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്ന ഈ ഒരു ഉണർച്ച ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ധാരണയിൽ നിന്ന് സ്വതന്ത്രമായി ഉണർച്ച ഉണ്ടാക്കാൻ വഴിയുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കാനേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം പിന്നെ ഞാൻ എന്തിനിങ്ങനെ പോകണമെന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. കാര്യം ഞാൻ എൻ്റെ അനുഭവവശത്തിൽ എൻ്റെ ഗുരുമാർഗത്തിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ പോകുന്നു, ഞാൻ സംസാരിക്കുന്നു. അതിനെ നിങ്ങൾക്ക് തിരുത്താൻ അവകാശമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചാനലിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചാനലിലുള്ള വ്യക്തികളോടല്ല ഞാൻ മറുപടി പറയുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ എടുത്തു വെച്ചിട്ട് ഇതിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എന്നോട്. അപ്പം അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങളെ ഏറ്റുപിടിക്കുന്നതാണ്. ഞാൻ ഈ ചാനലിൽ ഉദ്ധരിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇത് പറഞ്ഞ് സംസാരിച്ച് ഒരുപാട് പേർക്ക് ക്ലാരിറ്റി ഉണ്ടായി, ഒരുപാട് പേർക്ക് സമാധാനം ഉണ്ടായി, ഒരുപാട് പേർക്ക് സന്തോഷമായതായിട്ട് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വരുന്നില്ല. നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ പോകുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. ആരും അതിനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ പൊയ്ക്കോ. അതിൻ്റെ കർമ്മവും അതിൻ്റെ ഫലവും ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരടുത്ത്, ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ വരുന്നവരടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചാനൽ കാണരുത്. പക്ഷെ അവർ കാണരുതെന്ന് പറഞ്ഞിട്ട് അവർ കാണും. കാര്യം ഇത് കണ്ടാൽ ഇതൊരു നെഗറ്റീവ് അർത്ഥം, ഇതൊരു ഫ്രീക്വൻസിയാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ നമ്മുടെ ജീവിതം ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ വളരെ ധ്യാനാത്മകമായിട്ട് ഒരു മെഡിറ്റേഷനിലൊക്കെ വളരെ ഒരു ശാന്തിയിലെത്തിയിട്ട് ഒരു പ്രത്യേകമായ പോസിറ്റിവിറ്റിയിൽ വളരെ ഒരു പ്രത്യേക താളത്തിൽ എനിക്കിപ്പം ഭൗതികമായ ജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ ഒന്നും ബാധിക്കാത്ത ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി ഒരു ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ ഉണ്ട് വളരെ ഒട്ടും ഭക്തിയില്ലാത്ത, വളരെ റാഷണലായിട്ട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ ദൈവമൊക്കെ നിഷേധിക്കുന്നതൊക്കെ വ്യക്തികളുണ്ട്. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നേരം അവരോട് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു വൈബ്രേഷനിലെങ്ങും അലൈൻഡ് ആവുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവരുടെ ആ വിഷമം എനിക്ക് മനസ്സിലാവും. അവരുടെ ആ മാനസികാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ചുമ്മാ അല്ല, ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലിരുന്നാലും നമ്മൾ ഈ ശാന്തിയുടെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴി പറഞ്ഞു കൊടുത്താൽ അവർ വരില്ല. കാര്യം അവർക്ക് ആ കർമ്മഗതിയിൽ തുടരാനുള്ളൊരു വാസനയുണ്ട്. ഇപ്പോൾ ചില വ്യക്തികളോട് നേരിട്ട് എന്ന് സംസാരിക്കുമ്പോൾ അവരെ അടുത്ത് വരുമ്പോൾ എനിക്ക് ആ വൈബ്രേഷൻ കിട്ടും. അവരുടെ ഒരു ഓറ ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ട് അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അവരുടെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ചിന്തകൾ മനസ്സിലാവും എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ഒരു ഹോൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവരുടെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വരിക ഇത്രയും ഹെല്ലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ഇത്രയും ഭയവും നിരാശയും ഫ്രസ്ട്രേഷനും ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഈ നല്ല വഴി പറഞ്ഞു കൊടുത്താൽ അവർ സ്വീകരിക്കില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യൻ്റെ ഒരു കർമ്മഗതിയാണ്. അവരവിടെ സഫർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അവർ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേപോലുള്ള ചാനലിൽ ഇവർ ഉന്നയിക്കുന്ന ഇവരുടെ ഒരു മാനസിക അവസ്ഥയാണ്. അവർ ആ അവസ്ഥ എൻജോയ് ചെയ്യണം, ടോർച്ചർ ചെയ്തുകൊണ്ടായാലും എൻജോയ് ചെയ്യണം. അവരത് വിടുന്നില്ല, എന്തോ ഒരു അൺകോൺഷ്യസ് ടെൻഡൻസി.
അവർ നിഴൽ യുദ്ധം നടത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നുണയും കുണ്ടണിയൊക്കെ കേൾക്കാനുള്ള താല്പര്യത്തിൽ ഇതിങ്ങനെ കണ്ടോണ്ടിരുന്നല്ല, ആധ്യാത്മിക വിഷയത്തിൽ താല്പര്യമായിട്ടൊന്നും അല്ല ഇവരൊന്നും കാണുന്നത്. ഇവർക്കിതൊരു രസം, മനുഷ്യൻ്റെ ഒരു രസം. നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനുഷ്യന് പൊതുവേ നെഗറ്റീവ്, ഇപ്പം തന്നെ നമ്മൾ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാം നെഗറ്റീവ് ന്യൂസാണ്, ഗോസിപ്പുകൾ. എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ വാസന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മരണം, അപകടം, ബലാത്സംഗം, പീഡനം, ഇതൊക്കെ വായിക്കാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. എന്നിട്ട് നമ്മുടെ ജീവിതം മൊത്തം പ്രശ്നമാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇഷ്ടം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇതേപോലുള്ള ചാനലുകളൊക്കെ കണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിപ്പോവും. അപ്പോൾ പോസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറയുക, സ്നേഹം, ശാന്തി, സമാധാനം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും. പിന്നെ ഗുരു, ആശ്രമം, ഇതൊക്കെ ഗുരുവിന് നോക്കിക്കോളും. ഗുരുവിന് അതിൻ്റെതായ, ദൈവത്തിന് അതിൻ്റെതായ ചില ധർമ്മങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാലാന്തര ഗുരുക്കന്മാർക്കൊക്കെ ചുമ്മാ അങ്ങ് വന്നു പോകുന്നതല്ല, അവർക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പരമ്പരയോട്. അപ്പോൾ അതൊക്കെ ഗുരുക്കന്മാർ നോക്കിക്കോളും. പിന്നെ ഈ നടത്തുന്നതും സംഘടനയും മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ആധ്യാത്മിക വിഷയങ്ങൾ ആധ്യാത്മികനായ വ്യക്തികൾ ജനിച്ച് ഗുരുക്കന്മാരായി അവരെ അനുഭവത്തിലൂടെ, അവർ ദർശനത്തിലൂടെ ആരെന്തൊക്കെ മറച്ചു വെച്ചാലും അവരതെല്ലാം പുറത്തു കൊണ്ടുവരും. പിന്നെ ഇവർ പറയുന്ന പോലെ ഗുരു വേണ്ട എന്ന് പറഞ്ഞാൽ അതിന് അനേക തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ ഹരിവൻഷിലാൽ പൂഞ്ചാജിയുടെ കാര്യം പറയുമ്പോൾ, സ്വാമി രാമതീർത്ഥരുടെ ശേഷകാരനാണ് അദ്ദേഹം ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണനെ ഇങ്ങനെ കാണാൻ പറ്റും, ശ്രീകൃഷ്ണനോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രായമായപ്പോൾ, നമ്മുടെ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായമായപ്പോൾ ശ്രീകൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയാണ് പിന്നെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രമണ മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ വരുന്നു. അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം രാമനാമവും ശ്രീകൃഷ്ണൻ്റെ നാമമൊക്കെ 1,00,000 പ്രാവശ്യമൊക്കെ ദിവസം ജപിക്കും. അങ്ങനെ സദാസമയം നാമം ജപിച്ചൊക്കെ എന്ത് സാധനയും ചെയ്യും, ശ്രീകൃഷ്ണനെ തിരിച്ച് വീണ്ടും കാണാനും സംസാരിക്കാനും വേണ്ടി. അപ്പം അവസാനം അദ്ദേഹത്തിന് നാമം ജപിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ അദ്ദേഹം പല ഗുരുക്കന്മാരോട് ചോദിച്ചെങ്കിലും അവരൊക്കെ പല കാര്യങ്ങൾ വീണ്ടും ജപിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് ജപിക്കാൻ കഴിയുന്നില്ല. അപ്പോഴത്തേക്ക് രമണ മഹർഷി അദ്ദേഹം വീണ്ടും കാണാൻ വന്നപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, നീ എങ്ങനെ വന്നു? കാളവണ്ടിയിൽ. അപ്പോൾ പറഞ്ഞു, കാളവണ്ടിയിൽ നീ വന്നിറങ്ങിയതിന് ശേഷം ഇനി കാളവണ്ടി നീ ചുമന്നുകൊണ്ട് നടക്കുമോ? അപ്പോൾ അദ്ദേഹം എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക്, കണ്ണിലേക്ക് നേരിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നീ എത്തേണ്ടടുത്ത് നീ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു, കണ്ണിലേക്ക് നോക്കിക്കൊണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ ഗുരുവിൽ ലയിച്ച ആത്മസാക്ഷാത്കാരം ലഭിച്ചു. അതായത് എല്ലാം ഒന്നായിട്ട്, ആ ബോധങ്ങളെല്ലാം ഒന്നായിട്ടുള്ള ആത്മസാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ നാമത്തിന് എത്തിക്കാൻ കഴിയില്ല. കാളവണ്ടിയാണ്, അത് നമ്മളെ ഒരു സ്ഥലം വരെ എത്തിക്കൂ. അത് കഴിഞ്ഞാൽ ഗുരു വേണം. ഗുരുവിൻ്റെ ആ ദർശനം, ഗുരുവിൻ്റെ നോട്ടം കൊണ്ട് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു, ഗുരുവിൻ്റെ ബോധത്തിൽ ഒന്നായി. അതിനുശേഷം ഈ ഹരിവൻഷലാൽ പൂഞ്ചാജി ഒരുപാട് പേർക്ക് ഒരു ഗുരു സ്വഭാവത്തിൽ ശിഷ്യന്മാരുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം പറയും, ഇത് ഞാനല്ല, ഇത് എൻ്റെ ഗുരുവായ രമണ മഹർഷിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോധം രമണ മഹർഷി കണ്ണിലൂടെ നോക്കി പകർന്നു കൊടുത്ത ആ ആത്മബോധമാണത്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഗുരുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ഗുരുവിനെ കാണുകയാണ് എന്നിലൂടെ. ഞാൻ എൻ്റെ ശരീര മനസ്സുകളായിട്ട് നിങ്ങളുടെ മുമ്പ് ഉണ്ട്, സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ഗുരുവാണ്. അപ്പോൾ രമണ മഹർഷിക്കും തൻ്റെ ഗുരു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഗുരുക്കന്മാർക്കും ഈ ആത്മബോധം പകർന്നു കൊടുക്കാൻ ഒരു ഗുരു ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുരുമാർഗങ്ങളിൽ ഈ ആത്മബോധം പകർന്നു കൊടുത്ത് ഈ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഇത് തലമുറകളായി മനുഷ്യനെ ശാന്തനാക്കാനും സമാധാനപ്പെടുത്താനും എല്ലാം ഗുരു വേണമെന്നുള്ളതാണ്. ഇപ്പം നാമദേവൻ പോലും അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവിൻ്റെ വിധോബ അവതാരം, അപ്പോൾ ആ അവതാരത്തിനോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആധ്യാത്മിക സദസ്സിൽ ചെന്നപ്പോൾ കളിയാക്കി, ഇദ്ദേഹം മെച്ചറായിട്ടില്ലെന്ന് കളിയാക്കിയപ്പോൾ അദ്ദേഹം വിധോബയോട് പരാതി പറഞ്ഞു, എനിക്ക് അങ്ങേ കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ ജ്ഞാനികളുടെ ഇടയിൽ ഞാൻ പരിഹാസനായി. അപ്പോൾ വിധോബ പറഞ്ഞു, എനിക്ക് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഭക്തി സ്വഭാവത്തിൽ ഇങ്ങനെ നിൽക്കാനേ പറ്റൂ. ആത്മജ്ഞാനത്തിന് ഗുരുവിനെ വേണം, മനുഷ്യരൂപത്തിൽ ഗുരുവിനെ വേണം, മനുഷ്യരൂപത്തിൽ ഗുരുവിനെ സ്വീകരിക്കാൻ പറയുന്നു. അങ്ങനെ ഈ പറയുന്ന നാമദേവൻ ജ്ഞാനേശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യരൂപത്തിലുള്ള ഗുരുവിനെ സ്വീകരിക്കുന്നതായിട്ടും ആത്മജ്ഞാനം നേടുന്നതായിട്ടും. അപ്പോൾ ഇതൊക്കെ ഭക്തവിജയത്തിൽ പറയുന്നു. അതായത് മനുഷ്യരൂപത്തിലുള്ള ഗുരുവിലൂടെയാണ് ആത്മജ്ഞാനം നേടുന്നത്. അപ്പോൾ ഇതിന് കാലാന്തര ഗുരുവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് അതാത് കാലത്ത് ഈ കാലാന്തര ഗുരു നമ്മുടെ ഗുരു തന്നെയാണ്. ആ ഗുരുവിൻ്റെ ബോധത്തിൽ ലയിച്ച, ഗുരു പകർന്നു കൊടുത്ത ബോധത്തിനെ ഷെയർ ചെയ്യുന്ന ഗുരുക്കന്മാർ ഈ പരമ്പരയിൽ എക്കാലവും ഉണ്ടാവും.
അതാണ് അതിൻ്റെ പൊരുൾ. പിന്നെ അവസാനം പിന്നെ അവരിതിൻ്റെ ഇടയിൽ പറയുന്നു, ഞാൻ ഗുരുവിന് ആഹാരം കഴിക്കാൻ വയ്യാതെ പോയി സന്യാസം സ്വീകരിച്ച്. എത്ര ക്രൂര ഹൃദയത്തോടു കൂടി ഇങ്ങനെ അങ്ങ് വളച്ചൊടിച്ച് സംസാരിക്കുന്നു. അതെന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലാണോ സംസാരിച്ചത്? ഞാൻ ഈ ഗുരുവിൻ്റെ ആഹാരത്തിൻ്റെ കാര്യം നമ്മളിത് സംസാരിക്കുമ്പോൾ ഇതൊരു ഇവർ ഏറ്റുപിടിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ ചിന്തിച്ച പോലുമില്ല. കാര്യം നമ്മൾ സംസാരിച്ച കൂട്ടത്തിലങ്ങ് പറയുന്നു. പക്ഷേ ഈ രാജേഷ് നേതാജിയും ചന്ദ്രബാബുവും ഒക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ഏറ്റുപിടിച്ച് നമ്മളെ പരിഹസിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആ അർത്ഥത്തിലല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ഈ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നും കൂടാതെ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ആ ദുഃഖത്തെക്കുറിച്ച് നമുക്കൊരു ഫീലിംഗ് കിട്ടുകയാണ്. ഗുരു അനുഭവിച്ച വേദനകളെക്കുറിച്ച് നമുക്കൊരു ഫീലിംഗ് കിട്ടുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അതിൽ ആഹാരത്തിൻ്റെ കാര്യം എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം, ഗുരു ശിവഗിരിയിലായിരിക്കുന്ന സമയത്ത് ഗുരു രാത്രി ഒരു വ്യക്തിക്ക് ആഹാരമില്ല എന്ന് വന്നപ്പോൾ ഗുരു സ്വന്തം ആഹാരം ആ വ്യക്തിക്ക് കൊടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന അധികാരികൾ ആരോ ഗുരുവിനെ വന്ന് വഴക്ക് പറഞ്ഞു. എന്തിന് ആഹാരം കൊടുത്തു? ഇപ്പോൾ ക്ലോസ് ചെയ്തതല്ലേ? പക്ഷേ ഗുരുവിൻ്റെ സ്വന്തം ആഹാരമാണ് കൊടുത്തത്. അപ്പോൾ ആ നിമിഷം ഗുരുവിന് വിഷമം വന്നു. ഗുരു ആഗ്രഹിച്ചു, എനിക്ക് എൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നൊരാഗ്രഹം. അപ്പോൾ ആ ഗുരുവിൻ്റെ ആഗ്രഹമാണ് ഇന്നത്തെ അന്നദാനം. അപ്പോൾ ഇങ്ങനെ ആത്മാഭിമാനമുള്ള ചക്രവർത്തിയെ പോലെ അന്തസ്സുള്ള ഈ കുട്ടിക്ക് നമ്മളിപ്പോൾ രണ്ടാനച്ചൻ എന്നും പറയുന്നു, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു എന്തെല്ലാം കുത്തുവാക്കുകളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിലത് ഫീൽ ചെയ്യാണ്. കൂടാതെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നു കുടിച്ചിട്ടൊക്കെ വന്ന് വഴക്ക് പറയുന്നതായിട്ടും പുസ്തകത്തിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നേരിട്ടതായിട്ടും. അപ്പോൾ ഇവർ പറയുന്നു എല്ലാ സുഖ സൗകര്യങ്ങളിൽ ഗുരു ജീവിച്ചിട്ട് ഗുരു ആധ്യാത്മിക അന്വേഷണവുമായിട്ട് ഇറങ്ങിത്തിരിച്ചു, അതെല്ലാം ഉപേക്ഷിച്ച്. അങ്ങനെയാണ് അവർക്ക് പറയാനുള്ളതെങ്കിൽ അങ്ങനെ പറയട്ടെ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ലോകത്തിൽ ഇന്നു വരെയുള്ള ബുദ്ധ ഭഗവാനായാലും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഇങ്ങനെ എല്ലാ ഗുരുക്കന്മാരും അവരുടെ പ്രായപൂർത്തി ആയതിനു ശേഷമാണ് ആധ്യാത്മിക അന്വേഷണത്തിലേക്ക് സീരിയസ് ആയിട്ട് വന്നിട്ടുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഗുരുവിനെ അന്ന് തന്നെ ഗുരു കയർ ഫാക്ടറിയിലും മറ്റു കാര്യത്തിൽ എന്തോ ജോലിക്ക് പോകുന്നതായിട്ട് പറയുന്നു. പിന്നെ പഴനി പോകാനായിട്ട് മാലയിട്ടു. കാരണം എന്താണ്, ഈ ചന്തയിൽ പോയി മീൻ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു വ്രതം എന്ന് പറഞ്ഞ് മാലയിട്ടു. അങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവസാനം അച്ഛൻ വന്ന് ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ, കുടിച്ചിട്ട് ശകാരിക്കുമ്പോൾ മനസ്സോടെ വിഷമിച്ച് ഒരു അമ്പലത്തിൽ പോയി ഒരു ദിവസം കിടക്കുകയും അടുത്ത ദിവസം ഒരു പഠിപ്പിച്ച ആശാനെ വന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കൊണ്ട് നിർത്തൂ എന്നാണ് ഈ കുഞ്ഞ് പറഞ്ഞത്. അപ്പോൾ അതൊരു ആധ്യാത്മിക സാധനയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ, അതോ ഒരു മാറ്റമായിട്ടോ, ജീവിതത്തിന് സ്വന്തം കാലിൽ സ്വന്തം വ്യക്തിത്വത്തിൽ ജീവിക്കാനുള്ളൊരു മാറ്റമായിട്ട് എന്തായിട്ടാണ് തോന്നുന്നത്? ഏതെങ്കിലും ആശ്രമത്തിലാണ്. കാരണം ഒരു ആധ്യാത്മിക അന്വേഷണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആശ്രമത്തിൽ പർട്ടിക്കുലർ ആശയത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കൊണ്ട് നിർത്തൂ. ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി കിടന്നിട്ട് വിഷമിച്ച് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കൊണ്ട് നിർത്തൂ. അങ്ങനെ ആ ഗുരു കൊണ്ടുപോവുകയും അങ്ങനെ ആശാനുമായിട്ട് പോകുമ്പോൾ കാലടി ആഗമാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ എടുക്കില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ അവിടെ തുടർന്നിരുന്നെങ്കിൽ അവിടുത്തെ ആരാധനാ സമ്പ്രദായത്തിലായിപ്പോയനെ. ഇനി ആലുവ അദ്വൈത ആശ്രമത്തിൽ ചെല്ലുമ്പോഴോ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാപിതമായ ആശ്രമം, അങ്ങനെ ആ സ്വഭാവത്തിൽ പരിണമിക്കുന്നു. അപ്പോൾ ഏതായാലും ജീവിതത്തിനൊരു മാറ്റം സംഭവിച്ചു. ആശ്രമ സ്വഭാവത്തിലൊരു ജീവിതത്തിലേക്ക് മാറ്റം സംഭവിച്ചു. അതിനുശേഷം ഗുരുവും സ്വന്തം ആത്മഗുരുവിനെ തേടിപ്പോകുന്ന പ്രായപൂർത്തിയായതിനു ശേഷം തന്നെയാണ്. അതായത് ആത്മശാന്തിക്ക് ഉതകുന്ന ആ ധർമ്മത്തിന് വേണ്ടി ആ സത്യത്തിൻ്റെ അന്വേഷണവുമായിട്ട് പോകുന്നത് സ്വന്തം ഗുരുവിനെ തേടി പോകുമ്പോഴാണ്. അതുവരെ അതിനു മുമ്പേ തന്നെ ഈ ഗുരുവിനോടുള്ള അന്വേഷണം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആശ്രമ സ്വഭാവത്തിൽ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഗുരുവിന് വേണ്ടിയുള്ള അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗുരുവിനെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഒരു സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ ഗുരുവിനെ കണ്ടെത്തുന്നതും ഇങ്ങനെ പോകുന്നതായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഗുരുവിനെ അവിടെ നിന്ന് വീട്ടിലെ സാഹചര്യങ്ങളിൽ ചില വിഷമങ്ങൾ ഉണ്ടായതായിട്ട് നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പുസ്തകങ്ങളിൽ എഴുതുന്നതിന് ഒരു പരിധിവരെയല്ലേ പുസ്തകങ്ങളിലൊക്കെ എഴുതാൻ പറ്റൂ. ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിൽ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റില്ലേ എന്തൊക്കെയായിരിക്കും ആ വിഷമങ്ങളെന്ന്. അപ്പോൾ എന്തായാലും ഗുരു ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു പരിണാമത്തിൻ്റെ വശത്തേക്ക് വന്നു. ഗുരുവിനെ കണ്ടെത്തി സാക്ഷാത്കരിച്ചു. നമ്മൾ ഇന്നത്തെ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ മാറ്റാനായിട്ട് ഇപ്പോൾ ഇതേപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്റ്റൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്ന തെറ്റെങ്കിൽ അത് കളയൂ. അത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ വിട്ടിയോ മണ്ടനോ പൊട്ടനോ എന്തോ ആകട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു അന്വേഷണം, ഒരു ശരിയായ മനസ്സിനെ കളഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തി ഒരു ക്ലാരിറ്റി ഉള്ളൊരു വശം ഉണ്ടാക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ചുമ്മാ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൂടാ.
ഇത്രയും വലിയ ഒരു മഹാകാര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ തീരുമാനിച്ചൊക്കെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദർശനവശത്തിലോ അല്ലെങ്കിൽ ഈ ബ്രഹ്മനിശ്ചയമായിട്ടുള്ള ഒരു അറിയിപ്പോ അനുഭവമോ എന്ത് ബേസിസിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അതാണല്ലോ പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ ചന്ദ്രബാബു സംസാരിക്കുന്ന പോലെ ചന്ദ്രബാബുവിന് തോന്നിയെന്ന് പറഞ്ഞങ്ങ് സംസാരിച്ചാൽ പറ്റുമോ? അതുപോലെ ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് ഇങ്ങനെ എനിക്കിത് തെറ്റാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പം ഇത് ആധ്യാത്മികമായ ഒരു അന്വേഷണം നടത്തിയിട്ടല്ലേ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. ഒരു സന്യാസ സ്വഭാവത്തിൽ, കുറഞ്ഞ പക്ഷേ ഒരു സന്യാസ സ്വഭാവത്തിൽ എത്രയെങ്കിലും വർഷം ജീവിച്ച് ഒരു ധ്യാന സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ച ഉള്ള വ്യക്തികളല്ലേ ഇത് സംസാരിക്കേണ്ടത്. കുറച്ച് പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം ലോകത്തിലുള്ള പുസ്തകം വായിക്കുന്ന പോലെയല്ലേ നമ്മുടെ ആശ്രമത്തിലെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഉള്ള അറിവ്. അത് മാനസിക തലത്തിൽ കിട്ടുന്നതല്ലേ. മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയല്ലേ നമ്മുടെ ആശ്രമത്തിലെയും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാനസിക തലത്തിൽ അറിവ് കിട്ടുന്നത്. ആ അറിവ് സാക്ഷാത്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാക്ഷാത്കാര സ്വഭാവത്തിൽ അറിവ് വരാതെ ഇതുപോലുള്ള കാര്യങ്ങൾ തർക്കിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മൾ പുനർചിന്തനം ചെയ്യുക. പിന്നെ ഇതേപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് എനിക്ക് മടുത്തു. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും സിവിയറായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മനുഷ്യർ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലിയൊരു വിഷമം തോന്നുന്നു. ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മനുഷ്യർ പോകുന്നു, എന്നിട്ട് ജീവിതത്തിന് പോസിറ്റിവിറ്റി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ആണ് ലോകത്തിൽ വ്യാപരിക്കുന്നത്. അതിനുശേഷം ജീവിതത്തിൽ പോസിറ്റിവിറ്റി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിൽ ജീവിതത്തിനെ നമ്മൾ തന്നെ മനസ്സിനെ പോസിറ്റീവ് ആക്കിയാൽ മാത്രമേ നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആകൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് മറുപടി പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കില്ല. നിങ്ങൾ അടുത്ത വിഷയം പറയും, നിങ്ങളിങ്ങനെ മാറ്റി പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ പ്രവർത്തിച്ചോ. നിങ്ങൾ കുറ്റം പറയുകയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയെ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തോ. പക്ഷേ വിചാരിച്ചോളൂ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരും. നിങ്ങൾ എന്ത് സംസാരിക്കുന്നോ പ്രവർത്തിക്കുന്നോ ചെയ്യുന്നോ തെറ്റായിട്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരും. നിങ്ങൾ എന്ത് ശരി ചിന്തിക്കുന്നോ പറയുന്നോ പ്രവർത്തിക്കുന്നോ അത് നിങ്ങൾക്ക് നന്മയായിട്ടും വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിത് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ഇടും. എനിക്ക് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനം വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും സിവിയർ ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്ന് തോന്നിയാൽ ഞാൻ വീഡിയോ ഇടും. അല്ലാതെ എനിക്ക് നിരന്തരം ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് ആ സമയം. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് വല്ല ശരീരത്തിനും മനസ്സിനും എൻ്റെ ജീവിതം കുളമായി പോകില്ലേ. എപ്പോഴും ഇങ്ങനെ സദാസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ നിങ്ങളടുത്ത് മറുപടി പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഓഡിയൻസിനോടാണ് മറുപടി പറയുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിനോടാണെന്ന് കരുതിക്കൊണ്ട് വന്നിടന്ന് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ച് സംസാരിക്കേണ്ടി വന്നത്. എന്നിട്ടും പിന്നെയും പല ആൾക്കാരും ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്കിതുപോലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെ വേണോ ഇനി പറഞ്ഞോ, പ്രവർത്തിച്ചോ, ചിന്തിച്ചോ. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലേക്ക് തന്നെ വന്ന് ഭവിക്കും. ആലോചിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സദ്ഗുരുവേശാണ്.